കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് നേന്ത്രക്കായ വില വീണ്ടും കുതിക്കുന്നു. മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 50 രൂപ കടന്നപ്പോൾ ചില്ലറ വിപണിയിൽ വില ഇതിലും ഉയർന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും വിളനാശവും വിലക്കയറ്റത്തിന് കാരണമായി. നേന്ത്രക്കായയുടെ വില സംസ്ഥാനത്ത് വീണ്ടും കുത്തനെ ഉയരുന്നു. മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 50 രൂപയായപ്പോൾ ചില്ലറ വിപണിയിൽ വില ഇതിലും കൂടുതലാണ്. നല്ല നേന്ത്രപ്പഴത്തിനും കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട്ടിലെ സത്യമംഗലത്ത് നിന്നുള്ള നേന്ത്രക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. അവിടുത്തെ സീസൺ അവസാന ഘട്ടത്തിലെത്തിയതും കനത്ത കാറ്റിൽ വ്യാപക വിളനാശമുണ്ടായതും വിപണിയെ ബാധിച്ചു. നിലവിൽ ഇടത്തരം കായകളാണ് കൂടുതലായും മാർക്കറ്റിലെത്തുന്നത്. പുതിയ സീസണിലെ വിളവെടുപ്പിന് ഇനി ഏകദേശം 1 മാസം കൂടി വേണ്ടിവരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം വയനാട്ടിലെ നേന്ത്രക്കായ വിളവെടുപ്പിന് പാകമായിട്ടുണ്ടെങ്കിലും സംസ്ഥാന വിപണിയിലേക്ക് കാര്യമായി എത്തിത്തുടങ്ങിയിട്ടില്ല. സമീപ ജില്ലകളിലേക്കുള്ള വിൽപ്പനയിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് സാധാരണ നിലയിലാകുന്നതുവരെ ഉയർന്ന വില തുടരുമെന്നാണ് വിലയിരുത്തൽ. പാലക്കാടൻ നേന്ത്രപ്പഴത്തിനും വലിയ ആവശ്യക്കാരുണ്ടെങ്കിലും ലഭ്യത കുറവാണ്. ചെറുപഴത്തിന് പോലും കിലോയ്ക്ക് 28 മുതൽ 30 രൂപ വരെയാണ് മൊത്ത വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോക കൊക്കോ വിപണിയെ ഞെട്ടിച്ച ഐവറി കോസ്റ്റിന്റെ പുതിയ ഉൽപാദന കണക്കുകൾ. പ്രതീക്ഷിച്ചാലും കൂടുതൽ വിളവുണ്ടാകുമെന്ന റിപ്പോർട്ടിന് പിന്നാലെ 5 ദിവസത്തിനിടെ കൊക്കോ വില ടണ്ണിന് $1000 വരെ ഇടിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കോ ഉൽപാദന രാജ്യമായ ഐവറി കോസ്റ്റ് പുറത്തുവിട്ട പുതിയ കണക്കുകളാണ് രാജ്യാന്തര കൊക്കോ വിപണിയെ കുലുക്കിയത്. നടപ്പ് സീസണിൽ ഉൽപാദനം നേരത്തെ കണക്കുകൂട്ടിയതിലും ഉയരുമെന്ന സൂചന ലഭിച്ചതോടെ കൊക്കോ വില കുത്തനെ താഴ്ന്നു. 5 ദിവസത്തിനിടെ ടണ്ണിന് ഏകദേശം $1000 വരെ ഇടിഞ്ഞ് കൊക്കോ വില $3767 ആഗോള ചോക്ലേറ്റ് നിർമ്മാതാക്കൾക്കും വ്യാപാരികൾക്കും ഇത് വലിയ ആശ്വാസമായെങ്കിലും മറ്റു കൊക്കോ ഉൽപാദക രാജ്യങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം കാലാവസ്ഥാ ആശങ്കകൾ വിപണിയെ വീണ്ടും അനിശ്ചിതത്വത്തിലാക്കുന്നുണ്ട്. ജൂൺ വരെയുള്ള കാലയളവിൽ സൂപ്പർ എൽനിനോ പ്രതിഭാസം ശക്തമാവുകയാണെങ്കിൽ പശ്ചിമ ആഫ്രിക്കയിൽ വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് ഒക്ടോബറിലെ കൊക്കോ വിളവിന് ഗണ്യമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. എൽനിനോ ആശങ്കകൾ ശക്തമായാൽ വരും മാസങ്ങളിൽ രാജ്യാന്തര തലത്തിൽ കൊക്കോ വീണ്ടും വിലക്കയറ്റ പാതയിലേക്ക് തിരിയാനിടയുണ്ടെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ കൊക്കോ വില സ്ഥിരത പുലർത്തുകയാണ്. ഇന്ത്യൻ ചോക്ലേറ്റ് നിർമ്മാതാക്കൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സംസ്ഥാനത്ത് കൊക്കോ പരിപ്പിന്റെ വില കിലോയ്ക്ക് 310 രൂപ നിരക്കിലാണ് തുടരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാലക്കാട് ജില്ലയിൽ ഇഞ്ചി കൃഷി വീണ്ടും സജീവമാകുന്നു. ഉയർന്ന ചെലവും തൊഴിലാളി ക്ഷാമവും മറികടന്ന് വൻതോതിൽ പാട്ടഭൂമികളിൽ പോലും കർഷകർ കൃഷി ഇറക്കുകയാണ്. വേനൽ മഴ വൈകിയതും തുടർച്ചയായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം കാർഷിക പ്രവർത്തനങ്ങൾ പിന്നോട്ടായെങ്കിലും പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇഞ്ചിക്കൃഷി വീണ്ടും സജീവമായി. സ്വന്തം ഭൂമിയോടൊപ്പം വലിയ തോതിൽ പാട്ടത്തിനെടുത്ത വയലുകളിലും കർഷകർ ഇഞ്ചിക്കൃഷി ഇറക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വിസ്തൃതിയിലാണ് കൃഷി നടക്കുന്നത്. പെരുമ്പാവൂർ, കോതമംഗലം, പാല, കോട്ടയം മേഖലകളിൽ നിന്നുള്ള കർഷകരാണ് നെന്മാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. മഴ വൈകിയതും പിന്നാലെയുണ്ടായ കനത്ത മഴയും കാരണം പതിവ് സമയത്തേക്കാൾ 1.5 മാസം വൈകിയാണ് കൃഷി തുടങ്ങിയത്. മിക്ക കർഷകരും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നിലമൊരുക്കുന്നത്. കൃഷിച്ചെലവും കുത്തനെ ഉയരുന്നുണ്ട്. ഏക്കറിന് 50,000 മുതൽ 70,000 രൂപ വരെയാണ് ഭൂമിയുടെ പാട്ടത്തുക. തൊഴിലാളി ക്ഷാമം, വളവില വർധന, യന്ത്രച്ചെലവ് എന്നിവയും കർഷകരുടെ സാമ്പത്തിക ഭാരം കൂട്ടുന്നു. ഇഞ്ചിവിത്തിന്റെ വില വർധനയും കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഗണ്യമായ വർധനയാണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. 1 കിലോ വിത്ത് ഇഞ്ചിക്ക് നിലവിൽ 150 രൂപ വരെയാണ് വില. വയനാട്, കാസർഗോഡ്, കർണാടക മേഖലകളിൽ നിന്നാണ് സാധാരണയായി വിത്തെത്താറുള്ളത്. ലഭ്യതക്കുറവും ഉയർന്ന ഗതാഗത ചെലവും വിലവർധനയ്ക്ക് കാരണമായതായി കർഷകർ പറയുന്നു. രോഗബാധക്കുറവും കൂടുതൽ ഉൽപാദനശേഷിയുമുള്ള ഹിമാചൽ ഇനത്തിലുള്ള മുളവിത്തുകളാണ് ഇത്തവണ കൂടുതലായും കർഷകർ തിരഞ്ഞെടുത്തത്. ഏക്കറിന് ശരാശരി 600 കിലോഗ്രാം വരെ ഇഞ്ചിവിത്ത് ആവശ്യമായി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.